ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വലിയ ഒരു സംഭവം ഇവിടെ നടക്കുകയാണ്. നമുക്കൊക്കെ പ്രിയങ്കരനായ പത്മശ്രീ ശ്രീ ഞരളത്ത് ഹരിഗോവിന്ദൻ, നമ്മുടെ അയൽവക്കക്കാരനായ ശ്രീ മോഹനൻ ലളിത അക്കാദമിയുടെ സെക്രട്ടറിയാണ്. ഇവർ രണ്ടുപേരും ഇന്ന് നമ്മളോടൊപ്പം കൊണ്ടുവിടെ. ഒരുപക്ഷെ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സോപാന കച്ചേരി ഇവിടെ നടത്തപ്പെടുന്നത്. ശ്രീ ഞരളത്ത് ഹരിഗോവിന്ദൻ ദേശീയമായിട്ട് ഒത്തിരിയേറെ അറിയപ്പെടുന്ന വലിയ ഒരു കലാകാരനാണ്. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് സുപ്രസിദ്ധനായ സോപാന സംഗീതജ്ഞൻ രാമ പൊതുവാളാണ്. പിതാവിൻ്റെ നൈസർഗികമായ കഴിവുകൾ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് സോപാന രംഗത്ത്, കലാരംഗത്ത്, സംഗീത രംഗത്ത് ഏറെ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും സ്വന്തമാക്കുകയും കലയെ ജീവിതത്തിലും ഹൃദയത്തിലും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത് അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള ഒരു വലിയ കലാകാരനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശ്രീ ഹരിഗോവിന്ദൻ. പ്രായം 35 വയസ്സിനോടടുത്തേ ഉള്ളൂ. നന്നേ ചെറുപ്പത്തിൽ തന്നെ കലയോട് ഇത്രയേറെ ഉപാസനയുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലുണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വിദ്യാസമ്പന്നനാണ് അദ്ദേഹം. മലയാള ഭാഷയിൽ പരിജ്ഞാനം നേടി, BEd പഠിച്ചു. അതിനുശേഷം മറ്റു യാതൊരുവിധ ജോലിക്കാരികളും വിദ്യാഭ്യാസ അധ്യാപകനാകുവാനോ ഒന്നും ശ്രദ്ധിക്കാതെ കലയിൽ തന്നെ പൂർണ്ണമായും തന്നെ സമർപ്പിച്ചുകൊണ്ട് അത് അലിഞ്ഞു ചേർന്നുകൊണ്ട് കലാരംഗത്തെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തിയ വിപ്ലവകാരിയ ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. കേരളത്തിലെ വാദ്യകലയെക്കുറിച്ച് അദ്ദേഹം സുന്ദരമായൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതേറെ ശ്രദ്ധേയമാണ്. ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഒത്തിരിയേറെ അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പത്മശ്രീ നമുക്കറിയാം, അദ്ദേഹത്തിന് ലഭിച്ചുവെങ്കിൽ എത്രമാത്രം അദ്ദേഹം ആ രംഗത്ത് വളർന്നു വലുതായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മികച്ച മലയാളി എന്ന ഖ്യാതിക്ക് പോലും ആ തരത്തിലുള്ള അവാർഡ് പോലും അദ്ദേഹത്തെ തേടിയെത്തി എന്നുള്ളതാണ്. ഇടയ്ക്ക സംഗീത ഉപകരണമാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കല. ആ കാര്യത്തിൽ ഇടയ്ക്ക എന്ന ആ വാദ്യ സംഗീത ഉപകരണത്തെ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ അദ്ദേഹമാണ്. ജാതി മതഭേദമന്യേ ഈ രംഗത്ത് എല്ലാവരെയും ഒരുമിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടികൾക്ക് ഈ ഒരു രംഗം തന്നെ തുറന്നു കൊടുത്തത് എനിക്ക് തോന്നുന്നു ശ്രീ ഹരിയുടെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ചൈതന്യവും അദ്ദേഹത്തിൻ്റെ താല്പര്യവും കൊണ്ട് മാത്രമാണ്. ഞാനിടത്ത് കലാശ്രമം എന്നുള്ള വാദ്യ പ്രതിഷ്ഠ നടത്തിയ ഒരേ ഒരു ക്ഷേത്രം അത് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അങ്ങനെ ഒത്തിരിയേറെ വ്യത്യസ്തമായുള്ള രീതിയിൽ സമൂഹത്തിന് കലയിലൂടെ, സംഗീതത്തിലൂടെ ഈ ലോകത്തെ മുഴുവനും നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയുമെന്ന് പഠിപ്പിച്ച, പ്രകൃതി ഒത്തിരിയേറെ സ്നേഹിക്കുന്ന, പ്രകൃതിയോട് ഒത്തിരി ഒത്തുചേർന്ന് നിൽക്കുന്ന, ജാതി മതഭേദമന്യേ ഒരു പുതിയൊരു സംസ്കാരത്തെ രൂപപ്പെടുത്താൻ ഈശ്വരനെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്ന, അതിനു വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് ഈ ദിവസം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രകീർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ തിരുനടയിൽ എത്തിച്ചേർന്ന ശ്രീ ഞരളത്ത് ഹരിഗോവിന്ദനെ ഈ സമൂഹത്തിന്റെ പേരിൽ, ഈ നാടിന്റെ പേരിൽ ഹൃദയമായി ഞാൻ സ്വാഗതം. അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയുന്ന നമ്മുടെ അയൽപ്പക്കക്കാരനായ, നമ്മളോടൊപ്പം ചിന്തിക്കുകയും നമ്മുടെ ഈ പള്ളിക്കും ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ അഭ്യുതകാംക്ഷി കൂടിയായ ശ്രീമൂലനഗരം മോഹനെയും ഈ സമ്മേളനത്തിലേക്ക് പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം. ശ്രീഹരിയെ കൂടുതൽ പരിചയപ്പെടുത്തുന്നതിനായിട്ട് ശ്രീമൂലനഗരം മോഹനെ ക്ഷണിക്കുന്നു. ഹരിയെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല. ഹരി കേരളത്തിലെ എല്ലാവർക്കും ശ്രദ്ധയാണ്. ഹരിയുടെ പിതാവ് കേരളത്തിൽ രാമപൊതുവാൾ വലിയ വിപ്ലവകാരിയാണ്. വിപ്ലവകാരി എന്ന് പറയുന്നത് ഈ സോപാന സംഗീതം ക്ഷേത്രത്തിൻ്റെ ഗർഭഗ്രഹങ്ങൾ രൂപീകരിച്ചിരുന്ന ഒരു കലാരൂപമാണ്. ഇതൊരു
ചർമ്മ വാദ്യമാണെങ്കിലും ശ്രുതിക്കും താളത്തിനും വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. പഞ്ചവാദ്യത്തിലെ ഒരു മുഖ്യ ഇനമാണ് ഈ ഇടയ്ക്ക എന്ന് പറയുന്നത്. ഹരിയുടെ പിതാവ് ചെയ്തത് ഈ ക്ഷേത്രത്തിനകത്ത് ഒതുങ്ങി നിന്നിരുന്ന ഈ കലാരൂപത്തെ വെളിയിലേക്ക് കൊണ്ടുവരികയും ജനങ്ങൾക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഹരി ഒരു പടി കൂടി കടന്നു. പക്ഷേ ഇതൊരു ചരിത്ര നിയോഗം തന്നെയാണ്. ഇന്ന് കാജൂർ പള്ളിയിൽ ഈ സോപാന സംഗീതം ഇവിടെ അരങ്ങേറുമ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി ഈ കല മാറുകയാണെന്നുള്ളതാണ്. ഹരി അതിൻ്റെ കഥാപാത്രമാകുമ്പോൾ ഇവിടെ ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് ഞാനും അതിലൊരു ഒരു ഭാഗമാകുമെന്നുള്ളത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഭാഗ്യമല്ല, പുണ്യാളം എനിക്ക് അനുഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം വളരെ ചെറുപ്പം മുതലേ കാജൂർ പള്ളിയുമായിട്ട് പൊക്കിൾപിടി ബന്ധം പോലെ ജീവിച്ച ഒരാളാണ് ഞാൻ. ആപത്തൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മ കാഞ്ഞിപ്പുണ്യാളെന്ന് വിളിക്കുമ്പോൾ ഈ മഹാനുഭാവൻ ആരാണെന്ന് ചെറുപ്പത്തിലേ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ വളർന്നു വരുന്നതിന് കഴിഞ്ഞപ്പോൾ ഈ പള്ളിയുടെ ഒരു ഭാഗമായി തന്നെ മാറിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ എല്ലാ തിരുനാളുകൾക്കും അമ്പെടുത്ത് വയ്ക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി വരാറുണ്ട്. മിക്കപ്പോഴും പല ഞായറാഴ്ചകളിൽ ഞാനിവിടെ വന്ന് പുണ്യാള ദർശനം നടത്തിപ്പാറുണ്ട്. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്, ഇവിടെ ആൾക്കറിയാവുന്ന കാര്യമാണ്. ഹരിയെ സംബന്ധിച്ച് പാരമ്പര്യ രീതിയിലുള്ള സോപാന സംഗീതത്തിൽ നിന്നും അതിൽ നിന്നും അംശങ്ങൾ സ്വീകരിച്ച് സ്വന്തം പിതാവ് വെട്ടിത്തുറന്ന പാതയിൽ നിന്ന് അംശങ്ങൾ സ്വീകരിച്ച് തൻ്റെ ചാതുര്യത്തിലൂടെ സോപാന സംഗീതത്തിൻ്റെ സാധ്യത കണ്ടതിന് പുതിയൊരു സരണി വെട്ടിത്തുറന്ന ഒരാളാണ് ഹരി വരുന്നത്. ഹരി ഒരു സിനിമാ താരം കൂടിയാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ അറിയാം. എൻ്റെ കാര്യം അറിയണം, നല്ല സുന്ദരനാണ്. 35 വയസ്സ് നമ്മുടെ ഒരു കാര്യം പറഞ്ഞെങ്കിലും അത്രയൊന്നും തോന്നില്ല. ഇന്നും ഒരു കാമുകഭാവമുള്ള സൗന്ദര്യമുള്ള ഞാൻ എൻ്റെ സുഹൃത്തു എന്ന് പറയുന്നത് എൻ്റെ വളരെ കൊച്ചരിജിനാണ്. ഞങ്ങൾ ഇണങ്ങിയും മടങ്ങിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഹരിയുടെ ഈ വിശിഷ്ടമായ കല, ഇത് ഈ ചരിത്ര നിയോഗത്തിന് സാക്ഷിയായ ഹരിയെ പുണ്യാളനെ ഏറെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായി ഒന്നുകൂടി ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ലോകത്തൊന്നും നടന്നില്ല. ലോകത്ത് ഒരു പള്ളിയിൽ നടന്നിട്ടുണ്ടാവില്ല സോപാന സംഗീതം. കാഞ്ഞൂർ പള്ളിയാണ്. പല സവിശേഷതകളുള്ള കാഞ്ഞൂർ പള്ളിക്ക് ഈ സവിശേഷതകൾ കിട്ടിയതിൽ പുണ്യാളനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ പുണ്യാളന്റെ ദാസനായി കരുതുന്ന എൻ്റെ കൂടി സന്തോഷത്തോടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഹരിയെ ഞാൻ അതിനെ ക്ഷണിക്കുകയാണ്. ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ പേരിലും വികാരിയത്തിന്റെ പേരിലും ഇടവക്കാരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ സഹായികൾക്കും ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ അയൽക്കാരനായ ശ്രീമൂലകരം മോഹനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് ഈ സോപാന സംഗീതം വളരെയധികം ആസ്വദിച്ച ഈ ഇടവയിലെ എല്ലാ ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.